എല്ലാവർക്കും നമസ്കാരം. അല്ലയോ പാർത്ഥ, യാതൊരുവനാണോ കർമ്മങ്ങളെ ബ്രഹ്മത്തിൽ സമർപ്പിച്ച് ആസക്തി വെടിഞ്ഞു ചെയ്യുന്നത്, അവൻ ജലത്താൽ താമരയില നനയ്ക്കപ്പെടാത്തതുപോലെ പാപത്താൽ ലിപ്തനാകുന്നില്ല. അതായത് പരമസത്യാനുഭവത്തിന്റെ മാർഗത്തിൽ എല്ലാത്തരം കർമ്മവാസനകളും പാപമാണ്. അവിടെ പാപമെന്നോ പുണ്യമെന്നോ വേർതിരിവില്ല. സർവത്ര ബ്രഹ്മാരാധനയായി കർമ്മം ചെയ്യുന്ന ജ്ഞാനി വെള്ളത്തിലെ താമരയില പോലെ സദാ വെള്ളത്തിലാണ് കിടക്കുക. പക്ഷെ വെള്ളം താമരയിലയെ ഒരിക്കലും നനച്ചു കുതിർക്കുകയില്ല. ജ്ഞാനി അതുപോലെ സദാ കർമ്മരംഗത്ത് തന്നെ വർത്തിക്കുന്നു. എന്നാൽ കർമ്മ മധ്യത്തെ ലേശം പോലും കളങ്കപ്പെടുത്തുന്നില്ല എന്ന് സാരം. അല്ലയോ പാർത്ഥ, യോഗികൾ ആസക്തി വെടിഞ്ഞ് ആത്മശുദ്ധിക്കായിട്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവലം ഇന്ദ്രിയങ്ങളെ കൊണ്ടും കൂടി കർമ്മം ചെയ്യുന്നു. അതായത് ശരീരവും മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളുമായ കർമ്മോപകരണങ്ങൾ മറ്റ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ച് കർമ്മവിഷയത്തിൽ ബുദ്ധിക്കുള്ള പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ബുദ്ധിയെ പ്രത്യേകം പറഞ്ഞിട്ടുള്ളത് കർമാസ്പദമായ ശരീരാദി ആത്മാവിന്റെ ഉപകരണങ്ങൾ മാത്രമാണെന്ന് യോഗി നല്ലവണ്ണം അറിയുന്നു. കർമ്മം ചെയ്ത് ഈ ഉപകരണങ്ങളെ തന്നിൽ നിന്നും അകറ്റുകയാണ് ലക്ഷ്യം. കർമ്മം ചെയ്തുകൊണ്ട് യോഗി തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഫലവാസനയെ ക്ഷയിപ്പിക്കുന്നു. അതല്ലാതെ ഫലവാസന തന്നിൽ തങ്ങാൻ അനുവദിക്കുന്നില്ല. ഇങ്ങനെ ഫലസംഗമം ഉപേക്ഷിക്കുന്ന മനസ്സ് കൂടുതൽ സമനില പ്രാപിച്ച് ശുദ്ധമാകും. സമനില ഉറപ്പു വരുംതോറും ആത്മാനുഭവവും കൂടി വരും. ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം തന്റെ കർമ്മം വിജയിക്കുന്നുണ്ടോ എന്നുള്ളതിന്റെ അളവുകോൽ കർമ്മവാസനയ്ക്ക് ശക്തി കുറഞ്ഞ് ചിത്തം കൂടുതൽ സമനിലയിലെത്തി ആത്മാനന്ദം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. മലയാള പരിഭാഷ. കർമ്മഫലങ്ങളെ ബ്രഹ്മത്തിൽ അർപ്പിച്ചിന്നാസക്തി കൂടാതെ കർമ്മത്തെ ആചരിച്ചിടുകിൽ ബാധിക്കയില്ലൊരു പാപവും. വെള്ളത്തിലുള്ളതാം കമലപത്രം പോലെ ആത്മശുദ്ധിക്കതിനായിട്ട് യോഗി ത്യജിക്കുന്നതുണ്ട് സംഘത്തെ. എന്നിട്ട് ഈ ഇന്ദ്രിയം, ബുദ്ധി, മനസ്സ്, ദേഹത്തിനെ ശുദ്ധീകരിച്ചിട്ട് കർമ്മങ്ങൾ ചെയ്തിടും. എല്ലാവർക്കും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.